നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പട്ടിക്കാട് സെന്ററിലെ ടാക്സി സ്റ്റാൻഡ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. അധികാര വികേന്ദ്രീകരണത്തിന്റെ നേരവകാശി രാജീവ് ഗാന്ധി മാത്രമാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. CPIയുടെ 100ാം ജന്മശതാബ്ദി ആഘോഷം മെയ് 27 മുതൽ 30 വരെ തൃശൂരിൽ നടത്തുമെന്ന് സംഘാടക സമിതി ചെയർമാൻ മന്ത്രി കെ രാജൻ. പുത്തൂർ പഞ്ചായത്ത് ആശുപത്രി സംഘടിപ്പിച്ച യോഗ പരിശീലനം ആദ്യ ബാച്ചിന് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടിക്കാട് സെന്ററിൽ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിരുന്ന ടാക്സി സ്റ്റാൻഡ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. 17 വർഷക്കാലം പാണഞ്ചേരി പഞ്ചായത്ത് ഭരിച്ചിരുന്ന കെ രാഘവേട്ടൻ തന്റെ കാലഘട്ടത്തിൽ തുച്ഛമായ ഫണ്ട് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിരുന്ന കാലയളവിൽ വിവിധ സ്ഥലങ്ങളിലായി പഞ്ചായത്തിന് സ്വന്തമായി സ്ഥലം വാങ്ങിയിട്ടു. അത്തരം സ്ഥലങ്ങളാണ് ഇപ്പോൾ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡായും പട്ടിക്കാട് സെന്ററിൽ പോലീസ് സ്റ്റേഷൻ, ടാക്സി സ്റ്റാൻഡുമായി ഉപയോഗിച്ചിരുന്നത്. പഞ്ചായത്തിന്റെ നിരന്തരമായ ഇടപെടലിന്റെയും കൂട്ടായ തീരുമാനങ്ങളുടെയും ഭാഗമായി പോലീസ് പിടിച്ചിടുന്ന വാഹനങ്ങൾ ഒരു ഭാഗത്തേക്ക് ഒതുക്കിയിട്ട് ടാക്സി സ്റ്റാൻഡിലിടുന്ന വാഹനങ്ങളും ഡ്രൈവർമാരുടെ സഹകരണത്തോടെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഡ്രൈവർമാർക്ക് വിശ്രമിക്കുന്നതിനാവശ്യമായ കെട്ടിടം നിർമ്മിച്ച് വാഹനങ്ങളിടുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ തരപ്പെടുത്തി കൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ സ്വാഗതം ആശംസിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AT ജലജൻ, സുബൈദ അബൂബക്കർ, പഞ്ചായത്ത് അംഗങ്ങളായ ബാബു തോമസ്, KP ചാക്കോച്ചൻ, ആരിഫ റാഫി, ദീപു തുടങ്ങിയവരും വാർഡ് മെമ്പർമാരും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ മനു പുതിയമഠം, ബാലകൃഷ്ണൻ, ആസൂത്രണ സമിതി അധ്യക്ഷൻ KV ചന്ദ്രൻ, രാജു പാറപ്പുറം, കുര്യൻ ആനിക്കാട്, എബിൻ ഗോപുരം, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി ബാബു കൊള്ളന്നൂർ, പഞ്ചായത്ത് എഞ്ചിനീയർ അജയ് കുമാർ, കോൺട്രാക്ടർ മജീദ് എന്നിവർ പങ്കെടുത്തു. ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി ശശി നന്ദി അറിയിച്ചു. ഡ്രൈവർമാരായ പ്രവീൺ, ജയൻ തുടങ്ങിയവരും പങ്കെടുത്തു. അധികാര വികേന്ദ്രീകരണത്തിന്റെ നേരവകാശി രാജീവ് ഗാന്ധി മാത്രമെന്ന് ജോസഫ് ടാജൻ. ഇന്ന് കാണുന്ന പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെയും അധികാര വികേന്ദ്രീകരണത്തിന്റെയും നേരവകാശി രാജീവ് ഗാന്ധി മാത്രമാണെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഭരണനിർവഹണത്തിലും പദ്ധതി ആസൂത്രണത്തിലും ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ രാജീവ് ഗാന്ധി പരിശ്രമിച്ചു. മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് സാക്ഷാത്കരിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘടൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷിത്വ ദിനത്തിൽ നടന്ന രാജീവ് ഗാന്ധിയും അധികാര വികേന്ദ്രീകരണവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. ജില്ലാ ചെയർമാൻ അനിൽ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക നായകൻ പ്രൊഫസർ PV കൃഷ്ണൻ നായർ രാജീവ് ഗാന്ധിയും അധികാര വികേന്ദ്രീകരണവും എന്ന വിഷയത്തെക്കുറിച്ച് സംവദിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ മുഖ്യാതിഥിയായിരുന്നു. KPCC സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, A പ്രസാദ്, DCC സെക്രട്ടറി KV ദാസൻ, KK ബാബു, NS വർഗീസ്, CK വിനോദ്, ജയപ്രകാശ് പൂവത്തിങ്കൽ, മിനി ജോസ്, M സുജിത് കുമാർ എന്നിവരും സംസാരിച്ചു. ബൈജു കൊടിയൻ സ്വാഗതവും MS മണികണ്ഠൻ നന്ദിയും അറിയിച്ചു. അതിനൊരു പ്രത്യേക മനസ്സുണ്ട്. ആ മനസ്സാണ് രാജീവ് ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനാധിപത്യത്തിന്റെ ശബ്ദത്തിലേക്ക് ചെറുപ്പക്കാരെ 18 കഴിഞ്ഞവരെ എത്തിക്കാൻ അദ്ദേഹം കാണിച്ച സന്ദേശം. അതോടുകൂടി രാജ്യത്തിന്റെ അന്തരീക്ഷം മാറി എന്നുള്ളതാണ്. 21 വയസ്സ് വോട്ടവകാശത്തിൽ നിന്ന് 18ലേക്ക് എത്തിയപ്പോ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്കന്നുണ്ടായ ഒരു ആനന്ദവും ആഹ്ലാദവും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഇന്നത്തെ കുട്ടികൾക്ക് അതിന്റെ വില മനസ്സിലാകാതെ പോകുന്നത് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കാത്തതുകൊണ്ടാണ്. അന്നത് മാറ്റിയെടുക്കുമ്പോഴുള്ള തലമുറയ്ക്ക് അത്രയും ഒരു അഭേദ്യത രാജീവ് ഗാന്ധിയോട് തോന്നിയത്. CPI ജന്മശതാബ്ദി ആഘോഷം
മെയ് 27 മുതൽ 30 വരെ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KPAC 75-ാം വാർഷികാഘോഷം, സമ്മേളനങ്ങൾ, റെഡ് വളണ്ടിയർ മാർച്ച്, ബഹുജന റാലി, സെമിനാറുകൾ, നാടകങ്ങൾ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ ഉണ്ടാകും. ജില്ലാതല ആഘോഷ പരിപാടികൾ മെയ് 27 മുതൽ 30 വരെയാണ്. തൃശൂർ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും നേരത്തെ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഗുരുവായൂർ മണ്ഡലത്തിലെ വൈലത്തൂരിൽ പാട്ടബാക്കി നാടകം പുനരാവിഷ്കരിച്ച് അവതരിപ്പിച്ചു. കിള്ളിമംഗലത്ത് CPI രൂപീകരണത്തിന് മുന്നോടിയായി നടന്ന പാർട്ടി ക്യാമ്പിന്റെ അനുസ്മരണാർത്ഥം പരിപാടിയുണ്ട്. CPI ജനറൽ സെക്രട്ടറി D. രാജ, സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവരും പങ്കെടുത്തു. വാർത്താ സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി K. രാജൻ, KK വത്സരാജ്, അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. 1925 പാർട്ടി രൂപീകരിക്കപ്പെട്ട കണ്ണൂരിൽ വെച്ച് തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ശ്രീരാജ് ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ചു. 2026 ഡിസംബർ 26 പൂർത്തിയാകുന്നതിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഈ 100-ാം വാർഷികത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്കും നടപ്പിലാക്കാൻ വേണ്ടി. അതിന്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടും അതിന്റെ തുടർച്ചയായി ബന്ധപ്പെട്ടും നടന്ന വിവിധങ്ങളായിട്ടുള്ള സമരകേന്ദ്രങ്ങൾ, പ്രത്യേകതയുള്ള സ്ഥലങ്ങൾ, അങ്ങനെ തുടങ്ങി നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെല്ലാം അത്തരത്തിൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വളരെ വിപുലവും വ്യത്യസ്തവുമായിട്ടുള്ള പരിപാടികളാണ് രൂപം നൽകിയത്. തൃശ്ശൂരിൽ തന്നെ നമ്മുടെ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ടും രൂപീകരണത്തെ തുടർന്ന് കേരളത്തിൽ നടന്ന സമരങ്ങളുടെ ഭാഗമായിട്ടുള്ള നിരവധി സമരകേന്ദ്രങ്ങളുണ്ട്. ആ സമരകേന്ദ്രത്തിലെല്ലാം കേരളത്തിൽ ഉടനീളം പരിപാടികളുടെ വലിയ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളുമാണ് നടന്നത്. പാർട്ടിയുടെ ഘടക സമ്മേളനം നടത്തുന്ന സാഹചര്യത്തിൽ അതത് പ്രദേശത്തിന്റെ പ്രാധാന്യം അനുസരിച്ചുകൊണ്ടുള്ള വാർഷികാഘോഷ പരിപാടികൾ അങ്ങനെയും നടക്കും. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പ്രധാനമായിട്ടുള്ള നിരവധി കേന്ദ്രങ്ങൾ, അന്തിക്കാടുപോലെ, ആലപ്പുഴ, ചകിരി തൊഴിലാളി സംഘടന പോലെ 1939 കേരളത്തിൽ പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന്റെ പ്രാഥമികമായിട്ടുള്ള ആലോചന യോഗം നടന്നുകൊണ്ടുമാണ് ഇതിലേക്ക്. ആദ്യം നമ്മുടെ ജില്ലയിലും പിന്നെ കണ്ണൂരിലും. ആദ്യത്തെ യോഗം നടന്നത് P. നാരായണൻ നായരുടെ വസതിയായിട്ടുള്ള കിള്ളിമംഗലത്തെ തറവാട്ടിലാണെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഷൊർണൂരിൽ ട്രെയിൻ മാർഗം വന്നിറങ്ങി പാർട്ടിയുടെ നേതാക്കൾ സൈക്കിളിലും നടന്നുമൊക്കെ കിള്ളിമംഗലത്തെ തറവാട്ടിലെത്തി 1939 കേരളത്തിൽ പാർട്ടി രൂപീകരണത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലമായി തീരുമാനം. ഇങ്ങനെ വളരെ പ്രാധാന്യമുള്ള വിവിധങ്ങളായിട്ടുള്ള കേന്ദ്രങ്ങളിലെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ്. മാത്രമല്ല നമുക്കറിയാം, നവോത്ഥാനവുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മനുഷ്യരായിട്ട് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്നിട്ടുള്ള ഒരുപാട് സമരങ്ങളോടൊപ്പം തന്നെ പ്രസക്തമാണ് ആ കാലത്തുണ്ടായിട്ടുള്ള സാംസ്കാരിക രൂപങ്ങളും സാംസ്കാരിക പ്രസ്ഥാനം. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജില്ലയിലും കേരളത്തിലാണെങ്കിലും ഇങ്ങനെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പാട്ടമാറ്റി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് മാർക്കുടക്കിയുള്ള മഹാനഗരം, ഇങ്ങനെ പരിഷ്കരണം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാ സ്ക്വയറിൽ തീവ്രവാദ വിരുദ്ധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. തീവ്രവാദത്തിനെതിരെ ഐക്യം, ജാഗ്രത, പ്രതിരോധം ഈ പ്രമേയത്തിൽ ഊന്നൽ നൽകി സമാധാനപരമായ സമൂഹവും ദേശീയ അഖണ്ഡതയും ഉറപ്പാക്കുന്നതിൽ യുവതലമുറയുടെ സജീവ പങ്കാളിത്തത്തിന്റെ അനിവാര്യത എടുത്തുപറഞ്ഞു. ഡോക്ടർ സുബിൻ കെ മോഹൻ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥി പ്രതിനിധികളായ അഭിഷേക്, നന്ദന, ഫാരിസ്, ഷീസ്, സന എന്നിവർ പ്രസംഗിച്ചു. ഡിജിറ്റൽ ജാഗ്രതയുടെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. തീവ്രവാദ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ അനുസ്മരിച്ച് ദീപം തെളിയിച്ചു. പരിപാടിയുടെ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി പ്ലക്കാർഡുകൾ, പോസ്റ്ററുകൾ, പ്രതിജ്ഞ എന്നിവ ഉൾപ്പെടെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിരുന്നു. NSS യൂണിറ്റിന്റെ സെക്രട്ടറിമാരായ ഷീസ്, സന, ഫാരിസ്, അപർണ, വിഷ്ണു, റിഫാത്ത്, ദിയ, ഫാത്തിമ, അഞ്ജു, ഗോപിക, ഹരിത എന്നിവർ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. സമ്പൂർണമായ പദവിയിലേക്ക് എന്റെ നാട് ഉയരണമെന്ന് പ്രാർത്ഥിച്ച ഗാന്ധിജിയുടെയും സർവ്വജന വിഭാഗങ്ങളുടെയും ക്ഷേമം സ്വപ്നം കണ്ട ടാഗോറിന്റെയും നാടാണിത്.
1984 തന്റെ 40-ാം വയസ്സിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രാജീവ് ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറി. ചാവേർ ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടതിന്റെ സ്മരണാർത്ഥം ഇന്ത്യയിൽ മെയ് 21 ദേശീയ ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. പക്ഷേ ഈ മെയ് 21 ഒരു ഓർമ്മപ്പെടുത്തലാണ്. കശ്മീരിലെ പഹൽഗാം അത്രമേൽ ആഴമുള്ള ഒരു മുറിവാണ്. രാജ്യത്തിന്റെ ആത്മാവാണ് കശ്മീരിൽ ആക്രമിക്കപ്പെട്ടത്. നിരപരാധികളായ എത്രയോ പേരുടെ ജീവൻ അവിടെ ഭീകരർ കവർന്നതിനെതിരെ ലോകരാഷ്ട്രങ്ങളുടെ ശബ്ദം ഉയർന്നത് ആ നടപടിയിലെ മാപ്പില്ലാ ക്രൂരത തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന വരികൾ മുഴങ്ങുമ്പോഴാണ് മതത്തിന്റെ പേരിൽ മനുഷ്യൻ കശാപ്പ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ആത്മവിശ്വാസത്തിനും ഏകതയ്ക്കും വേണ്ടിയുള്ള ഇച്ഛാശക്തിയും നിശ്ചയവും നെഞ്ചിലേറ്റി ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു പോരാടാം എന്ന് പഹൽഗാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ത്യ എന്ന ഒറ്റ പേരിൽ ഒന്നിച്ചുകൂടുന്ന ജനതയുടെ മുന്നിൽ ഭീകരവാദം തകർന്നടിയും എന്ന നിശ്ചയം പിന്നീട് ഇങ്ങോട്ട് എണ്ണമറ്റ പ്രതിസന്ധികളെ ചെറുത്തു തോൽപ്പിച്ച് മുന്നേറുന്ന ഈ രാഷ്ട്രത്തിന്റെ ശക്തി വിളംബരം തന്നെയായി മാറി. ഭീകരതയെ അതിന്റെ എല്ലാ രൂപങ്ങളിലും നേരിടാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ സന്ദേശമാണ് പ്രൊമോട്ടിംഗ് യൂണിറ്റി എഗെയിൻസ്റ്റ് വയലൻസ് എന്ന മുദ്രാവാക്യത്തിൽ നിഴലിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂരിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശനത്തിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ പവലിയൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശിച്ചു. മർമോസൈഡ്, കുഞ്ഞു കുരങ്ങന്മാർ, ഓന്തുവർഗത്തിലെ മനോഹരമായ ഇഗ്വാനകൾ, ടെഗൂസ്, മെക്കാവു, കൊക്കറ്റു, ആഫ്രിക്കൻ പാരറ്റ് തുടങ്ങിയ വർണ്ണത്തത്തകൾ, അഴകേറിയ സൺ കോണൂറുകൾ, ലോറിക്കീറ്റുകൾ, സ്വർണ്ണ നിറമുള്ള ബോൾ പൈത്തൻ തുടങ്ങിയ വിദേശ അരുമകളുടെ പ്രദർശനവും കാണികളെ ആകർഷിക്കുന്നുണ്ട്. പ്രദർശനത്തിനെത്തുന്ന കാണികൾക്ക് പക്ഷിമൃഗാദികളെ അടുത്തറിയാനും ഫോട്ടോ എടുക്കാനും അവസരമുണ്ട്. ഉപകരണ സംഗീത മാതൃകയിൽ ലയിച്ച് എന്റെ കേരളം പ്രദർശനമേളയുടെ 4ാം സന്ധ്യ. വജ്രജൂബിലി കലാകാരന്മാർ ഒരുക്കിയ ഫ്യൂഷൻ സംഗീത സന്ധ്യയുടെ മാന്ത്രികതയായി. ഉപകരണ സംഗീതം നിറഞ്ഞ സന്ധ്യയിൽ ശാസ്ത്രീയ സംഗീതവും മലയാളം തമിഴ് ഗാനങ്ങളും ആസ്വാദകരുടെ മനം നിറച്ചു. മണിച്ചിത്രത്താഴിലെ ഒരു മുറൈ വന്ന് പാർത്തായ എന്ന ഗാനത്തിന്റെയും യോധ സിനിമയിലെ പടകാളി എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെയും കാന്ത ഞാനും വരാം എന്ന ഗാനത്തിന്റെയും അവതരണം ശ്രദ്ധേയമായി. വജ്രജൂബിലി ഫെലോഷിപ്പ് ജേതാക്കൾ ഉപകരണങ്ങളാൽ നാദസാഗരം തീർത്തു. പുല്ലാങ്കുഴൽ, ഇടയ്ക്ക, കീബോർഡ്, മൃദംഗം, മിഴാവ്, മദ്ദളം, വയലിൻ, റിതം പാഡ് തുടങ്ങിയ ഉപകരണങ്ങളാണ് മാറ്റുകൂട്ടിയത്. ശ്രീഹരി കോട്ടയ്ക്കൽ പുല്ലാങ്കുഴൽ, കലാമണ്ഡലം മണികണ്ഠൻ മിഴാവ് നാദവിസ്മയം തീർത്തു. കലാമണ്ഡലം സജിത് മൃദംഗത്തിലും കലാമണ്ഡലം മധു മദ്ദളത്തിലും സുജിത് കോട്ടാൾ ഇടയ്ക്കയിലും റിതം പാഡിലും താളവിസ്മയമൊരുക്കി. വയലിൻ അനന്തകൃഷ്ണൻ അങ്ങാടിപ്പുറം, കീബോർഡ് അരുൺ. വജ്രജൂബിലി ഫെലോഷിപ്പ് ജില്ലാ കോർഡിനേറ്റർ സുബീഷ് പദ്ധതിയെക്കുറിച്ചും വേദിയിലെ പരിപാടിയെക്കുറിച്ചും സംസാരിച്ചു. നിരവധി ഗുണഭോക്താക്കൾ പദ്ധതിയിലൂടെ പരിശീലനം നേടുന്നുണ്ട്.
ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന വാർഷിക കൌൺസിൽ മെയ് 23, 24, 25 തീയതികളിൽ റീജിയണൽ തിയേറ്ററിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1500 ഡോക്ടർമാർ പങ്കെടുക്കും. ആയുർവേദ പൂരം എന്ന പേരിൽ എക്സ്പോ കൂടി നടത്തുന്നു. സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, അസ്ഥിസാന്ദ്രത നിർണയം, നല്ല ഭക്ഷണം, ആരോഗ്യശീലങ്ങൾ, പാചക മത്സരം, ചിത്രരചനാ മത്സരം, കലാപരിപാടികൾ എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ PK നേത്രദാസ്, ഡോക്ടർ KM ജോസ്, ഡോക്ടർ P ഉഷ, ഡോക്ടർ RV അർജുൻ, ഡോക്ടർ വിജയനാഥ എന്നിവർ പങ്കെടുത്തു. പുത്തൂർ പഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗ പരിശീലനത്തിന്റെ ആദ്യ ബാച്ച് സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു. പുത്തൂർ ആയുർവേദ ആശുപത്രി ഹാളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത് അധ്യക്ഷനായി. വാർഡ് മെമ്പർ നളിനി വിശ്വംഭരൻ, മെഡിക്കൽ ഓഫീസർ റോസ്ലിൻ ജോസ്, ഡോക്ടർ നിഖില നാരായണൻ, HMC മെമ്പർമാരായ രാധാകൃഷ്ണൻ തോപ്പിൽ, സന്തോഷ് കാക്കനാട്ട്, യോഗ ട്രെയിനർ സൗമ്യ എന്നിവർ സംസാരിച്ചു. യോഗ പരിശീലനം പൂർത്തിയാക്കിയ 7 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ള ആദ്യ ബാച്ചുകാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. പറയുന്നില്ല, പക്ഷെ ഒന്നുകൂടി നന്നായിട്ട് ഇവിടെ പോകുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ യോഗ ടീച്ചർ സോണിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഉണ്ടായിട്ട് എല്ലാവരുടെയും ഒരുപാട് സന്തോഷം. ഇന്നും ഈ സന്തോഷങ്ങൾ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കാനും, ഒപ്പം തന്നെ ഈ പറഞ്ഞപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ ആദ്യ ബാച്ച് കടന്നു പോയിട്ടുള്ളത്. ഈ അടുത്ത ബാച്ച് നമ്മൾ പെട്ടെന്ന് തുടങ്ങും. ടീച്ചറുടെ കാലാവധി പഞ്ചായത്ത് പുതുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരുടെയും പറഞ്ഞ് നമ്മുടെ യോഗാസനങ്ങളിലേക്ക് ആളുകളെ എത്തിക്കാൻ ഒരു കർത്തവ്യം കൂടി നിങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ യോഗ ഇവിടെ തിരിച്ചത് ഇനിയും നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. और कर दो चूरा चूरा, पूर्ण होने दो मुझे और होने दो अब पूरा पूरा। भस्म वाली रस्म कर दो आदि योगी, भोग उत्सव रंग भर दो आदि योगी। बज उठे ये मन सितारी, झनन झनन झनन, सांस शाश्वत अनंत। ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG,
ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഹൈദർ കോയയുടെ അധ്യക്ഷതയിൽ നടന്നു. പരസ്പരം പരിചയപ്പെട്ട് സ്കൂളിന്റെ ആവശ്യത്തിലേക്ക് ഈ കൂട്ടായ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു. യോഗത്തിനെത്തിയവരെ മുഴുവൻ ഉൾക്കൊള്ളിച്ച് കമ്മിറ്റി രൂപീകരിച്ച് രക്ഷാധികാരികളായി യോഹന്നാൻ, ഹൈദർ കോയ, സി വേണുഗോപാൽ, KS അബൂബക്കർ എന്നിവരെയും, സുബ്രഹ്മണ്യൻ പ്രസിഡന്റായും, KK അബൂബക്കർ സെക്രട്ടറിയായും, ഷംസു ട്രഷററായും, കോർഡിനേറ്ററായി ബിജു ഇസ്മായിലിനെയും, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി നസീർ സീനാലയം, അനിൽകുമാർ, സിറാജ് മാരാത്ത്, അബ്ദുൾ റഹ്മാൻ, ശശിധരൻ കൊടുമ്പ്, TK ബഷീർ എന്നിവരെയും തുടർ പ്രവർത്തനങ്ങൾക്ക് ചുമതലക്കാരായി തിരഞ്ഞെടുത്തു. അധ്യയനാരംഭത്തിൽ 5ാം ക്ലാസ്സിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. കാര്യങ്ങൾ നടത്താൻ പുതിയ കമ്മിറ്റിക്ക് അധികാരം നൽകി. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാം രക്തസാക്ഷിത്വ ദിനാചരണം ആചരിച്ചു. നടത്തറ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി DCC സെക്രട്ടറി ML ബേബി ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമ്മേളനത്തിൽ വിമുക്ത ഭടന്മാരെ ആദരിച്ചു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ A സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. ജേക്കബ് പോൾ, MU മുത്തു, ബിന്ദു കാട്ടുങ്ങൽ, ജിത് ചാക്കോ, ജിന്നി ജോയ്, ഷേർലി മോഹൻ, മിനി വിനോദ്, TP മാധവൻ, VA കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തൃശൂരിലെ പ്രശസ്തമായ കുട്ടനല്ലൂർ റീജൻസി ക്ലബ്ബ് മെയ് 23, 24, 25 തീയതികളിൽ ക്ലബ്ബ് ഡേ ആഘോഷിക്കുന്നു. കലാമത്സരങ്ങൾ, എക്സിബിഷൻ, ഫുഡ് ഫെസ്റ്റ്, ഫാഷൻ ഷോ, കലാപരിപാടികൾ തുടങ്ങി വിവിധ ആഘോഷങ്ങളുണ്ട്. സജീവമായി രംഗത്തുള്ള ലേഡീസ് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 24 തീയതി ശനിയാഴ്ച റീജൻസി ഫിയസ്റ്റ 2025 എന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഉണ്ട്. ശീതീകരിച്ച വിശാലമായ ഓഡിറ്റോറിയത്തിൽ 60-ലധികം സ്റ്റാളുകൾ സജ്ജീകരിക്കും. വിവിധ ഇനം ട്രെൻഡി വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ, അലങ്കാര ചെടികൾ, ഫുഡ് കോർട്ട് ഇവ ഒരുക്കിയിരിക്കും. രാവിലെ 10 മുതൽ രാത്രി 10 വരെയുള്ള പ്രദർശനത്തിലേക്ക് പ്രവേശനം സൗജന്യമാണ്. റീജൻസി ഫിയസ്റ്റ 2025 പൊതുജനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് റീജൻസി ക്ലബ്ബ് അറിയിച്ചു. റീജൻസി ക്ലബ്ബ് ലേഡീസ് വിംഗ് വർഷങ്ങളായി നടത്തിവരാറുള്ള ഷോപ്പിംഗ് ഫെസ്റ്റിവലുകളുടെ ഉദ്ദേശ ലക്ഷ്യം ചാരിറ്റിയാണ്. ഈ വർഷവും ലഭിക്കുന്ന തുക സമൂഹത്തിലെ അർഹതപ്പെട്ടവർക്ക് വിവിധ രീതികളിൽ സഹായമായി നൽകും. വാർത്താ സമ്മേളനത്തിൽ KS സമസ്യ, ഗീത മയൂരനാഥൻ, അഞ്ജന ജഷിൻ, റെനി ജോസ് എന്നിവർ പങ്കെടുത്തു. പുത്തൂർ പൊന്നൂക്കരയിൽ വീട്ടിൽ നിർത്തിയിട്ട 3 വാഹനങ്ങൾക്ക് സാമൂഹ്യവിരുദ്ധർ തീവച്ചു. പിക്കപ്പ് വാൻ പൂർണ്ണമായും കത്തിനശിച്ചു. പൊന്നൂക്കര ഫ്രണ്ട്സ് നഗർ സ്വദേശി ചിറ്റേടത്ത് വീട്ടിൽ മണികണ്ഠന്റെ വീട്ടിലെ പിക്കപ്പ് വാൻ, കാർ, സ്കൂട്ടർ എന്നിവയ്ക്കാണ് തീവച്ചത്. കിലോമീറ്റർ വ്യത്യാസത്തിൽ 2 വീടുകളിലായി നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കാണ് തീവച്ചത്. പൊന്നൂക്കര പഞ്ചാബ് മൂലയിൽ ഗോഡൌണായി സാധനങ്ങൾ സൂക്ഷിക്കുന്ന വീട്ടിൽ നിർത്തിയിട്ട പിക്കപ്പ് വാൻ പൂർണ്ണമായും കത്തിനശിച്ചു. ഫ്രണ്ട്സ് നഗറിലെ വീട്ടിലെ സ്കൂട്ടറും കാറിനും തീ പിടിക്കുന്നത് കണ്ടയുടൻ വീട്ടുകാർ തന്നെ തീക്കെടുത്തി. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. കെട്ടിട നിർമ്മാണ കോൺട്രാക്ടറാണ് മണികണ്ഠൻ. വിവരമറിഞ്ഞ് ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളുടെ അവലോകന യോഗം ചേർന്നു. ലഹരി വിമുക്ത കലാലയങ്ങൾ, അപകടരഹിത അധ്യയന വർഷം എന്നതാണ് ലക്ഷ്യം. സംസ്ഥാന തലത്തിൽ വിദ്യാലയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 2025-26 അധ്യയന വർഷത്തിൽ സ്കൂൾ പ്രവേശനം സുഗമമായും സുരക്ഷിതമായും നടക്കാനും ക്രമസമാധാന പ്രശ്നങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് പ്ലേ സ്കൂൾ മുതൽ കോളേജ് തലം വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അവലോകന യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വം നൽകാനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇരയാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും
അമിത മൊബൈൽ ഫോൺ ഉപയോഗം, അതിക്രമങ്ങൾ എന്നിവ തടയുന്നതിനും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ, കുട്ടികളിലെയും യുവാക്കളിലെയും മയക്കുമരുന്ന് ഉപയോഗം, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം തടയാനുള്ള മാർഗങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. കുട്ടികളുടെ മാനസിക വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞിടപെടേണ്ടതും ചതിക്കുഴികളിലേക്കും ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്കും വ്യാപൃതരാകാതെ പ്രത്യേക ശ്രദ്ധയോടെ തിരിച്ചറിവ് നൽകാനുള്ള നടപടികൾ അധ്യാപകർ കൈക്കൊള്ളണമെന്ന് യോഗം തീരുമാനിച്ചു. വാർഡ് മെമ്പർ, വിദ്യാർത്ഥി പ്രതിനിധികൾ, രക്ഷകർത്താക്കൾ, അധ്യാപക പ്രതിനിധികൾ, പ്രാദേശിക കട ഉടമകൾ, പരിസരത്തെ താമസക്കാർ, ഡ്രൈവർമാർ തുടങ്ങിയവർ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലുണ്ട്. പ്രവേശനോത്സവം നടക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ വിദ്യാലയങ്ങളും SHOമാർ സന്ദർശിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനും തീരുമാനിച്ചു. ലഹരി ഉപയോഗമോ വിൽപ്പനയോ ആയി ബന്ധപ്പെട്ട ഏതൊരു വിവരവും യോദ്ധാവ് 9959596666 എന്ന വാട്സാപ്പ് നമ്പറിൽ അറിയിക്കണം. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. 3 ലക്ഷം രൂപയുടെ മെഷീനറി പാർട്സുകൾ മോഷ്ടിച്ച കേസിൽ ഒരാൾ കൂടി റിമാൻഡിലേക്ക്. കോൾക്കുന്ന് സ്വദേശി മുട്ടിക്കൽ വീട്ടിൽ ഷാജുവിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി. മുരളീധരന്റെ പരാതിയിലാണ് മാള പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തത്. ഈ കേസിലാണ് അറസ്റ്റ്. മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KR സുധാകരൻ, OP അനിൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണികൃഷ്ണൻ, ദിബീഷ്, ജിജീഷ്, ശ്യാം, വിനോദ്, ജിബിൻ, അഭിലാഷ്, രാഗിൻ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കാപ്പ നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച നിരവധി ക്രിമിനൽ കേസിലെ പ്രതി സുരമോൻ എന്നറിയപ്പെടുന്ന നിഖിൽ റിമാൻഡിൽ. ഇയാൾക്ക് 6 മാസക്കാലത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കാൻ വിലക്കേർപ്പെടുത്തിയിരുന്നു. വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വട്ടപ്പരുത്തി എന്ന സ്ഥലത്ത് പ്രവേശിച്ച സംഭവത്തിനാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി നിഖിലിനെ റിമാൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് MK, സബ് ഇൻസ്പെക്ടർമാരായ എബിൻ, സദാശിവൻ എന്നിവരടങ്ങിയ സംഘമാണ് സുരമോനെ തോട്ടിലേക്ക് ചാടി മൽപിടുത്തത്തിലൂടെ സാഹസികമായി പിടികൂടിയത്. ചാലക്കുടിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ അറസ്റ്റിലായി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനകളിലാണ് ചാലക്കുടി മാർക്കറ്റ് റോഡിൽ വെച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി കൂടപ്പുഴ സ്വദേശി കണക്കശ്ശേരി വീട്ടിൽ സജീവനെ, കൂടെ ചൌക്ക സ്വദേശി മാളിയേക്കൽ വീട്ടിൽ ജോണി എന്നയാളെയും ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ പേരിൽ 2 വ്യത്യസ്ത കേസുകളുണ്ട്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഋഷിപ്രസാദ്, CPO പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കുളത്താഴം സ്വദേശി കടുംകീരിയിൽ വീട്ടിൽ വേണുഗോപാൽ പത്താഴക്കുണ്ട് ഡാമിൽ മുങ്ങി മരിച്ചു. 53 വയസ്സായിരുന്നു. അവിവാഹിതനാണ്. മാതാപിതാക്കൾ പരേതരായ ഗോപിനാഥൻ, രാധ എന്നിവരാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടിക്കാട് സെന്ററിലെ ടാക്സി സ്റ്റാൻഡ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി K. രാജൻ നിർവഹിച്ചു. അധികാര വികേന്ദ്രീകരണത്തിന്റെ നേരവകാശി രാജീവ് ഗാന്ധി മാത്രമാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. CPIയുടെ 100ാം ജന്മശതാബ്ദി ആഘോഷം മെയ് 27 മുതൽ 30 വരെ തൃശൂരിൽ നടത്തുമെന്ന് സംഘാടക സമിതി ചെയർമാൻ മന്ത്രി K. രാജൻ. പുത്തൂർ പഞ്ചായത്ത് ആശുപത്രി സംഘടിപ്പിച്ച യോഗ പരിശീലനം ആദ്യ ബാച്ചിന് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.